നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. ഉപനിഷത്ത് മഹാവാക്യങ്ങൾ വ്യക്തമായ ഒരു ധാരണയില്ലാതെ സ്ഥാനത്തും അസ്ഥാനത്തും പലരും ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ അത്. എന്താണ് ഈ മഹാവാക്യങ്ങൾ? അവ എത്ര എണ്ണം? എന്താണ് അവ പ്രതിപാദിക്കുന്നത്? തുടങ്ങിയ അവയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ അദ്വൈതം, വേദാന്തം തുടങ്ങിയവ മനസ്സിലാക്കുന്നവരിൽ പോലും ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഒരു ചെറിയ എപ്പിസോഡിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു വിഷയമല്ല ഇത് എന്നറിയാം. എങ്കിലും എന്താണ് ഈ മഹാവാക്യങ്ങൾ? എന്തുകൊണ്ട് അവയെ മഹാവാക്യങ്ങൾ എന്ന് വിളിക്കുന്നു? അവയുടെ പ്രാധാന്യം എന്താണ്? അവയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സാറിന്റെ വീക്ഷണം അല്പം വിശദമായി തന്നെ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാം. മഹാവാക്യങ്ങൾ എന്ന് കേൾക്കാത്തവരുണ്ടാവില്ല. ഭാരതഭൂമിയിൽ 4 മഹാവാക്യങ്ങളുണ്ട് എന്നും എല്ലാവർക്കും അറിയാം. മഹാവാക്യങ്ങൾ എന്ന് പറയുന്നത് ക്യാപ്സ്യൂൾ പ്രായമായ അറിവ് സമാഹാരങ്ങളാണ് എന്ന കാര്യവും നമുക്കറിയാം. എന്തുമാത്രം അറിവാണ് ഈ സമാഹാരങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കുന്നത് രസകരമായ ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് തത്വമസി എന്ന മഹാവാക്യം കേരളത്തിലെ എല്ലാവർക്കും അത് കേട്ട അറിവുണ്ട്. ശബരിമലയിലൊക്കെ പോയവർക്ക് അമ്പലത്തിൻ്റെ മുകളിൽ എഴുതി വെച്ച ഈ വാക്യം ഓർമ്മയും ഉണ്ടാവും. വായിക്കുന്നവർക്ക് തത്വമസി എന്ന അഴീക്കോട് സാറിൻ്റെ ഗ്രന്ഥം പലപ്പോഴും പരിചയമുണ്ടാവും, കേട്ടുകേൾവിയെങ്കിലും ഉണ്ടാവും തീർച്ചയാണ്. ഈ മഹാവാക്യം എന്താണ്, എവിടെ നിന്നാണ് എന്നൊക്കെ അറിയുന്നത് നല്ല കാര്യമാണല്ലോ. ഇത് സാമവേദത്തിലെ ചാന്തോക്യ ഉപനിഷത്തിലെ ഒരു വാക്യം ആണ്. 3 വാക്കുകളെ ഈ വാക്യത്തിൽ ഉള്ളൂ. തത് എന്നും ത്വം എന്നും അസി എന്നും. തത് എന്നാൽ അത്. തത് എന്നത് ബ്രഹ്മവിദ്യ എന്ന ശിക്ഷണ പരിപാടിയിൽ ബ്രഹ്മത്തെ കുറിക്കുന്ന പദമാണ്. ത്വം എന്നത് നീ എന്നും അസി എന്നത് ആകുന്നു എന്നും അർത്ഥമുള്ള വാക്കുകളാണ്. അത് നീ ആകുന്നു എന്നാണ് ഈ വാക്കുകൾക്ക് മൊത്തമായ അർത്ഥം, അഥവാ മഹാവാക്യത്തിന് അർത്ഥം. കേൾക്കുമ്പോൾ വളരെ സരളമായ ഒരു കാര്യമാണ്, പക്ഷെ അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെയേറെ വിപുലം ആണ്. ഒരു കഥയായിട്ടാണ് ഈ വാചകത്തിൻ്റെ ഉൽപ്പത്തി ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നത്. ഉദ്ദാലക ആരുണി തൻ്റെ മകനായ ശ്വേതകേതുവിനെ 12ാം വയസ്സിൽ തനിക്ക് നൽകാവുന്ന വിദ്യാഭ്യാസമൊക്കെ നൽകിയിട്ട് ഉപരിപഠനത്തിന് പറഞ്ഞയച്ചു. 12 കൊല്ലം കഴിഞ്ഞ് ശ്വേതകേതു തിരിച്ചു വന്നു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ എല്ലാം പഠിച്ചു പോവോ കുട്ടി എന്ന് ചോദിച്ചു. അച്ഛ എന്ന് പറഞ്ഞു. ആകട്ടെ, അറിയാൻ കഴിയാത്തതിനെ അറിയുകയും കാണാൻ കഴിയാത്തതിനെ കാണുകയും ചെയ്തുവോ എന്ന് ചോദിച്ചു. ഇല്ലല്ലോ അച്ഛ എന്ന് പറഞ്ഞു. അപ്പോൾ ആ അറിവ് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഉദ്ദാലക ആരുണി ഒരുപാട് നീണ്ട അധ്യായങ്ങളിലായിട്ട് ബ്രഹ്മവിദ്യ മുഴുവൻ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ശ്വേതകേതു തത്വം അസി, അത് നീയാകുന്നു എന്ന്. കേൾക്കുമ്പോൾ വളരെ എളുപ്പം. പക്ഷേ ഈ ഒരു വാചകം ഒരുപാട് അർത്ഥ തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാചകമാണ്. അത് അറിവ് എന്ന കാര്യത്തെക്കുറിച്ചും അറിവുണ്ടാകുന്ന രീതിയെക്കുറിച്ചും അതിൽ വരാവുന്ന പിഴവുകളെക്കുറിച്ചുമൊക്കെ കൂടി പ്രതിപാദിക്കുന്നുണ്ട്. അറിവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അറിവിൻ്റെ ഒരു ചെറിയ ബീജം ആദ്യം ഉണ്ടാകുന്നു. കുട്ടിയായിരിക്കെ അമ്മയിൽ നിന്ന് കിട്ടുന്ന ചോദ്യങ്ങളിലൂടെയാണ് ഈ ആദ്യത്തെ അറിവിൻ്റെ ബീജമുണ്ടാകുന്നത്. തിരിച്ചറിവുകളാണ്. ഇതെൻ്റെ അമ്മയാണോ,
എന്ന തിരിച്ചറിവ്, ഞാൻ കരയുമ്പോൾ അമ്മ വരും എന്ന തിരിച്ചറിവ്, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഇത്, ഇഷ്ടമില്ലാത്തത് അത് എന്ന തിരിച്ചറിവ്, അങ്ങനെ അടിസ്ഥാനപരമായ കുറച്ച് തിരിച്ചറിവുകൾ ഉണ്ടാവുന്നു. എല്ലാ മേഖലയിലുമുള്ള അറിവ് അങ്ങനെ തന്നെയാണ് വളരുന്നത്. അങ്ങനെയുള്ള തിരിച്ചറിവിൻ്റെ പുറത്ത്, അസ്ഥിവാരത്തിൻ്റെ പുറത്ത് നമ്മൾ പടുത്ത് കെട്ടിയാണ് ബുദ്ധി ഉറയ്ക്കുക നമ്മൾ പറയുന്ന തലം വരെയുള്ള അറിവുകളുടെ വികസനം. ഇവിടെ രണ്ട് കാര്യം ഓർക്കാനുള്ളത്. ഒന്ന്, നിരീക്ഷിക്കുന്ന ആളും അഥവാ അറിയാൻ ആഗ്രഹിക്കുന്ന ആളും അറിയാനുള്ള വസ്തുവും അഥവാ വസ്തുതയും അറിയുന്ന രീതിയും, അങ്ങനെ മൂന്നുണ്ട് അറിവിന് എന്നുള്ളതാണ്. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അറിവിൻ്റെ അസ്ഥിവാരമില്ലെങ്കിൽ അറിയാൻ പറ്റില്ല. അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയവുമായിട്ട് ഒരു പരിചയവും മുൻപില്ല എങ്കിൽ നമുക്ക് അറിയാൻ താല്പര്യവും ഉണ്ടാവില്ല. അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൻ്റെ ഏതെങ്കിലും സ്ഫുരണങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായി കിട്ടുകയും അത് അറിയാനുള്ള ചെറിയ മുന്നൊരുക്കം എനിക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോഴാണ് അറിവിൻ്റെ ശേഖരണം ശരിയായി നടക്കുക. അങ്ങനെ അറിവിൻ്റെ ശേഖരണം ശരിയായി നടക്കുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് മേൽക്കുമേൽ അറിവ് സംഭരിക്കാനായിട്ട് സാധിക്കും. ഈ പഴയ കാലത്തെ ഗുരുനാഥന്മാർ അവർ എന്ത് ചെയ്യുമ്പോഴും എന്ത് പറയുമ്പോഴും നമ്മെ പഠിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ശരി. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, പണ്ഡിതരത്നം KP നാരായണ പിഷാരടി മാഷ് അദ്ദേഹത്തിൻ്റെ ദീർഘകാല ഗുരു ജീവിതത്തിലെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മങ്ങലേറ്റു എന്നുള്ള ഒരു സങ്കടം അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു. എനിക്കും വളരെ കാര്യമായി ഉണ്ടായി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അദ്ദേഹം എറണാകുളത്ത് ഒരു മീറ്റിങ്ങിന് വരുന്നു എന്നറിഞ്ഞത്. മാത്രമല്ല ആ മീറ്റിങ്ങിൽ എനിക്കും ഒരു ചെറിയ പങ്ക് ഉണ്ടായിരുന്നു വഹിക്കാനായിട്ട്. ചടങ്ങിൽ ഒരു പ്രസംഗം. നേരത്തെ പോയി ഞാൻ മാഷെ കാത്തിരുന്നു. മാഷ് വന്ന ഉടനെ ഞാൻ ചെന്ന് പതിവ് പോലെ കാൽ തൊട്ട് നമസ്കരിച്ചു. പല കാര്യങ്ങളിലും ഞാൻ ആശ്രയിക്കാറുള്ള അനൗപചാരിക ഗുരുനാഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ പോയിരുന്നിട്ടാണ് എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ പാഠങ്ങൾ ശുദ്ധമാക്കിയെടുത്തത്. 3 കൊല്ലം എടുത്തു അതിന്, ശരി ഞായറുമായിട്ട്. അദ്ദേഹം എന്നിട്ട് നമസ്കരിച്ച് എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് എൻ്റെ മുഖത്തിങ്ങനെ നോക്കിയിട്ട് കുറേ നേരം നോക്കി എന്നിട്ട് എന്നോട് ചോദിച്ചു, ആരാ എന്ന് ചോദിച്ചു. എനിക്ക് വലിയ സങ്കടമായി. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞു. ഓ, അത് ശരിയല്ലേ, ആഹാ. അപ്പോൾ പിന്നെ ബാക്കിയൊക്കെ ഓർമ്മ വന്നു. എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. എല്ലാവരെയും ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, വിടൂ, കുറച്ച് ദിവസമായിട്ട് എൻ്റെ അറിവിൻ്റെ പെട്ടിയുടെ താക്കോല് എൻ്റെ കയ്യിലില്ല, പെട്ടി മാത്രമേ ഉള്ളൂ. താക്കോല് ആരെങ്കിലും തന്നാലേ എനിക്കത് തുറക്കാൻ പറ്റുള്ളൂ എന്ന്. അതും പറഞ്ഞ് എന്നെ ചിരിപ്പിച്ച് അദ്ദേഹം ചിരിച്ചു എന്ന് വരുത്തി. ഞങ്ങൾ സ്റ്റേജിൽ പോയി. അദ്ദേഹം ഭംഗിയായി പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് ഇറങ്ങി താഴത്ത് വന്നു. പോകാൻ നേരത്ത് വീണ്ടും ഞാൻ ചെന്ന് യാത്ര പറയാൻ നേരത്ത് നമസ്കരിച്ചു. അപ്പോൾ വീണ്ടും അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആരാ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. മറുപടി പറയാൻ കിട്ടാൻ കാത്തു നിൽക്കാതെ അദ്ദേഹം പോവുകയും ചെയ്തു. പിന്നെ ഞാൻ ആലോചിച്ചു, അദ്ദേഹം എന്നോട് എന്താണ് ചോദിച്ചത്? ആരാ എന്നാണ് ചോദിച്ചത്. ഞാൻ ആരാണ് എന്നാ. അപ്പോൾ എനിക്ക് തോന്നി, അദ്ദേഹം ഞാൻ ആരാണ് എന്ന എൻ്റെ അറിവ് മുഴുവനാക്കണം എന്ന് എന്നോട് പറയുകയായിരുന്നു എന്ന്. അത്ഭുതം തോന്നി എനിക്ക്. അദ്ദേഹം എന്നോട് പറഞ്ഞ അവസാനത്തെ കാര്യമാണ് അത്, അഥവാ ചോദിച്ച അവസാനത്തെ ചോദ്യമായിരുന്നു അത്. ഇപ്പോഴും മുഴുവനായി മനസ്സിലായോ എന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. പക്ഷേ അന്നത്തെക്കാളേറെ അത് മനസ്സിലാക്കാൻ കാര്യമായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഏതാണ്ടൊക്കെ ഒത്തു കിട്ടുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അറിവിൻ്റെ പരിപൂർണതയിലേക്ക് പോകുന്നതിന് ഇങ്ങനെ കാരണവന്മാർ പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. ഇവിടെ ചോദിച്ചത്, കാണാൻ കഴിയാത്തത് കണ്ടുവോ, അറിയാൻ കഴിയാത്തത്
കേട്ടുവോ കണ്ടുവോ എന്നാണ് അച്ഛൻ ചോദിച്ചത്. അതിന് മറുപടി ശരിയല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ആ അറിവ് കൂടി കുട്ടിക്ക് കൊടുക്കാനായിട്ട് മുതിരുന്നത്. ആ അറിവ് ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യവും നീയും ഒന്ന് തന്നെയാണ്, അത് തന്നെയാണ് നീ എന്ന്. ഇത് വളരെയേറെ സ്പഷ്ടമായ ഒരു പ്രസ്താവമാണ്. ഈ പ്രസ്താവത്തിൻ്റെ ആക്കത്തൂക്കം എത്രയാണ് എന്നറിയണമെങ്കിൽ ബ്രഹ്മവിദ്യ എന്ന യോഗശാസ്ത്രം പടുത്തു കെട്ടിയിരിക്കുന്നത് ഈ അറിവിൻ്റെ പുറത്താണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞുവല്ലോ, മുത്തച്ഛൻ എന്നോട് ഇതിൻ്റെ അടിത്തറ വിശദീകരിച്ചു തന്ന കാര്യം. ഇത്രയും വലിയ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ പുറകിൽ ഒരു ശക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് എന്നല്ലാതെ ബുദ്ധിയുള്ള ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. അതേസമയത്ത് ആ ശക്തി എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഏതെങ്കിലും ഒരു മുക്കിലാണ് എന്ന് പറയാനും പറ്റില്ല. എവിടെയാണ് ശരീരത്തിൽ ജീവൻ എന്ന് ചോദിക്കുമ്പോൾ ശരീരത്തിൽ എല്ലാ ദിക്കിലും അതുണ്ട് എന്നല്ലാതെ എവിടെയെങ്കിലും ഒരിടത്താണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ട് ആ ശക്തി വിശേഷം എങ്കിൽ ഞാനും ഈ പ്രപഞ്ചത്തിലാണല്ലോ, അതുകൊണ്ട് എന്നിലും കാണണമല്ലോ എന്ന് ചോദിച്ചാൽ ഉവ്വ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ കാണുന്നതാണ് ഞാൻ എന്നിലുള്ളത് എങ്കിൽ, അത് നിത്യമായതാണ്, നാശമില്ലാത്തതാണ് എങ്കിൽ, എന്നിൽ ഈ കാണുന്ന എന്നിൽ ബാക്കിയുള്ള എല്ലാതും ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഒക്കെ തന്നെ നശിച്ചു പോകുന്നതായതുകൊണ്ട് അതുമാത്രമാണല്ലോ സ്ഥായി എന്ന ചിന്തയ്ക്ക് അടിവരയിട്ട് ഉറപ്പിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഞാൻ എന്ന് ഉറപ്പിക്കുന്നിടത്താണ് ഈ അത് തന്നെയാണ് ഞാൻ, നീ അതാകുന്നു എന്ന് പറയുന്ന വാക്യം കടന്നു വരുന്നത്. അങ്ങനെ ഉറച്ചു കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ആ അറിവ് ഒരു ബോധമായി ഉറച്ചു കിട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രോസസ്സ് കഴിഞ്ഞാണ് ആ ഉറപ്പ് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ഗുരു നമുക്ക് പറഞ്ഞു തരുന്ന ഒരു നിർദ്ദേശക വാക്യം ആണ്, അഥവാ ഒരു ഉപദേശമാണ്. എന്താ ഉപദേശം? ഇത് നിനക്ക് ഇതുവരെ അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഇത് അറിയുക, നീ അതാകുന്നു, അഥവാ അത് നീ ആകുന്നു. ഇത് ഒരു ഉപദേശവാക്യമായതുകൊണ്ട് ജ്ഞാനമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവ് എക്സ്റ്റേണൽ ആണ്, അതായത് നമ്മുടെ ബുദ്ധിയിലേക്ക് വരുന്ന ഒരു പ്രത്യേകമായ കാര്യമാണ്. നമ്മുടെ ബോധത്തിൻ്റെ, ഭാവത്തിൻ്റെ ഭാഗമായിട്ടില്ല അത്. ആ നിർദ്ദേശക വാക്യത്തെ തുടർന്ന് മനനം ചെയ്ത്, അഥവാ അതിനെക്കുറിച്ച് ആലോചിച്ച് വീണ്ടും വിചാരം ചെയ്ത് അതങ്ങനെ തന്നെയാണ്, അത് ഞാൻ തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പ്, ബോധം, അനുഭവം ഉണ്ടായി വരുന്ന സമയത്താണ് രണ്ടാമത്തെ മഹാവാക്യം വരുന്നത്. അത് ഉറപ്പായി കിട്ടിയ ആ ബോധത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് പിന്നീട് മൂന്നാമത്തെ മഹാവാക്യം വരുന്നത്. അങ്ങനെ അതുമായി താല്പര്യം പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നതാണ് നാലാമത്തെ മഹാവാക്യം. ഇങ്ങനെ ഈ 4 മഹാവാക്യങ്ങളും കൂടി സൂത്രവാക്യങ്ങൾ എന്നാണ് പറയുന്നത്. സൂത്രം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഉള്ള അർത്ഥം അല്ല, വേണമെങ്കിൽ അങ്ങനെ ആവാൻ വിരോധമില്ല. എങ്ങനെയാണ് ബ്രഹ്മവിദ്യ മനസ്സിലാക്കാൻ ചോദിക്കുമ്പോൾ ഇതാ ഈ സൂത്രം മതി എന്ന് പറയുന്ന രൂപത്തിൽ അതിനെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ബ്രഹ്മസൂത്ര പദങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഖല്വിദം ബ്രഹ്മ എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള സൂത്രവാക്യങ്ങളായിട്ട് മനസ്സിലാക്കാം. എങ്ങനെയായാലും സൂത്രം എന്ന പേരിന് ഒരു ക്യാപ്സ്യൂൾ ജ്ഞാനം എന്ന അർത്ഥം കൽപ്പിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാനും അറിയാനും പരസ്പരം കൈമാറാനും പറയാനും ഒക്കെയുള്ള സൗകര്യത്തിനായിട്ട് ഇങ്ങനെ സൂത്രവാക്യങ്ങൾ ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അങ്ങനെ 4 മഹാവാക്യങ്ങളിലാണ് അദ്വൈത വേദാന്തം എന്ന് പറയുന്ന മഹാവിദ്യ അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിൽ ഒന്നാമത്തെ ഈ മഹാവാക്യം തത്വമസി, അത് നീ ആകുന്നു എന്ന് പറയുമ്പോൾ ഈ കുട്ടി എന്തൊക്കെ മനസ്സിലാക്കിയിരിക്കണം? തത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ത്വം എന്ന് പറഞ്ഞാൽ നീ, നീ എന്ന് പറയുമ്പോൾ നീ എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. തത്ത് എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മമാണ് എന്നും ബ്രഹ്മം എന്ന വാക്കിന് കുറേ അർത്ഥങ്ങളുള്ളതിൽ ഏതർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് എന്നും അറിയണം. ബ്രഹ്മം എന്ന വാക്കിന് ഈശ്വരൻ എന്ന് തുടങ്ങി പ്രപഞ്ചത്തിൻ്റെ ഉറവിടമായ അവ്യക്തം എന്നതുൾപ്പെടെ പ്രകൃതി എന്നുവരെ അർത്ഥമുണ്ട്. ഇതിലേതാണ് ഉദ്ദേശിച്ചത് എന്നും
ഇതുകൊണ്ട് എവിടെയാണ് എത്തിച്ചേരാൻ ആഗ്രഹിക്കുക എന്നും എവിടെ എത്താൻ പറ്റും എന്നുമൊക്കെ തിരിച്ചറിയുന്നതിലേക്ക് 2ഉം 3ഉം 4ഉം മഹാവാക്യങ്ങൾ കൂടെ നമ്മുടെ സഹായത്തിന് വേണം എന്ന കണ്ടുപിടുത്തത്തിലേക്കാണ് 1-ാമത്തെ മഹാവാക്യം നമ്മളെ നയിക്കുന്നത്. നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ 2ഉം 3ഉം 4ഉം മഹാവാക്യങ്ങളിലേക്ക് കൂടി കടന്നു പോകാം. അതോടുകൂടി നമ്മുടെ അറിവ് പുഷ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.